കാണണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. പക്ഷേ വിവരവും ബോധവും വേണ്ടേ? ഇത് എന്തുവായി കിടന്ന് കാണിക്കുന്നത്? 2K കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇമ്മാതിരിയാണ് ചീവീടിനെ പോലെ അലറി ഇത് എന്നെ ഉദ്ദേശം, എന്നെ തന്നെ ഉദ്ദേശം, എന്നെ മാത്രം ഉദ്ദേശം. റെന എന്ത് ചെയ്തിട്ടാ ഈ അനുവിന്റെ അടുത്തേക്ക് റെനയുടെ എന്തോ കാണിക്കുന്നത്? ഇവർക്ക് എന്താ പ്രാന്ത് വല്ലതുണ്ടാ? എങ്ങനെയാ മെഹറ നിനക്ക് ഫ്രണ്ട് എന്ന് പറയാൻ തോന്നുന്നേ? ആദിലില്ലാതെ എങ്ങനെയാ നൂറ് സർവൈവ് ചെയ്യുന്നത്? അപ്പം ആലിബില്ലാതെ നീ എങ്ങനെയാന്ന് കിട്ടിയല്ലോ. അപ്പൊ അവള് അവിടെ മോങ്ങാൻ വേണ്ടി പോയി. കരയണമെന്നുണ്ടെങ്കിൽ ചെയ്യരുത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇവിടെ ഇരുന്നുകൊണ്ട് പാരഡി ഗായകൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കും, പോയി ചെയ്തിട്ട് വാ. അതെന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. ഓടി പോകുന്നു. ഇതാണ് അത്. കറക്റ്റാ. എനിക്ക് റെനേനെ അനുകരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. കാരണം ഞാൻ പൊതുവെ അങ്ങനെയൊക്കെ അനുകരിക്കലുണ്ട്. പക്ഷെ ഇയാൾക്ക് എന്താണ് വയ്യേ? ഇപ്പൊ ഞാൻ കുറ്റം പറയുന്നതെന്ന് പറയുന്നത് അവളുടെ ഗെയിം കൊള്ളാത്തോണ്ട് തന്നെയാണ്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. നല്ലൊരു ഗെയിമർ അല്ലല്ലോ, ഒരിക്കലും അല്ല. അസൂയ എല്ലാവർക്കും തോന്നും. ഈ ചീവീടിന്റെ ശല്യം സഹിക്കാതെ ആളുകൾ പുറത്തിറക്കുന്ന ഒരു സംഭവം ഉണ്ട്. നടക്കും, അത് ഉറപ്പാ. ഞാനാ പറയണത്. ഇത് എന്താണ്? അനുമോളെ വീട്ടിൽ നിന്നുണ്ടെന്നാണ്. അനുമോളെ വീട്ടിൽ നിന്ന് ഉണ്ടെന്ന്. അനുമോൾക്ക് എന്തിനു വേണം? എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്തുവാ അതാ നിർത്തൂ പ്ലീസ്, അത് വിട്. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ഇത് ഇത് പറ്റൂല. ഇത് എന്തുവാ ഇത്? മാന്യത വേണം. ക്ഷമിക്കൂ അനിയത്തി, സംസ്കാരം ഇല്ലാത്തോണ്ട് പറഞ്ഞു പോയതാ. ഇന്നലെ താടി കാണുമായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ എവിടുന്നോ ആ ചീവീടിന്റെ സൗണ്ട്. ഒന്നുകൂടെ ആലോചിച്ചിട്ടെടുത്ത് ചാടിയാ മതിയായിരുന്നു. ദയവ് ചെയ്ത് ബിഗ് ബോസ് ടീംസ്, ഒരു പ്രശ്നം അവിടെ നടക്കുമ്പോ നിങ്ങൾ ഇപ്പൊ എന്നെ സംസാരിക്കുന്നത് എടുത്ത് ഇട്ടാളായിരുന്നു. എവിടെ പോണു? വെള്ളം കുടിക്കാം. പറ്റണില്ല കേൾക്കാൻ, സഹിക്കാൻ പറ്റാ. അപ്പം പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്.